ശ്രീ ജിൻഡോ, ഇവിടെ അന്വേഷണം വഴിക്ക് നടക്കട്ടെ. ഈ പറയുന്ന എന്താണ് വ്യാജരേഖ കേസിലടക്കം വസീഫ് പറയുന്നത് പോലെ പുതിയ തെളിവ് നമുക്കറിയില്ല. എന്താ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ദിവസങ്ങളിൽ എഫ് എസ് എൽ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എഫ് എസ് എൽ റിസൾട്ട് കിട്ടി. രാഹുലിനെ കണക്ട് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നുണ്ട്. അത് വ്യക്തമാവട്ടെ. പക്ഷേ ധാർമ്മികതയുടെ പ്രശ്നം അവിടെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്നത്, വസീഫ് പറയുന്നത്, മറ്റൊരു ഡിവൈഎഫ് നേതാവ് പറയുന്നത് ഷാഫി പാലക്കാട്ട് വീണ്ടും രാഹുലിനെ അവതരിപ്പിക്കാൻ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. അല്ല, ഇവർ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ആ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തേക്ക് 5 ഏക്കർ പുരയിടവും സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്ന മക്കളുണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ, ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിൽ ഈ എം വി ഗോവിന്ദനും അല്ലെങ്കിൽ വസീഫ് ഡിവൈഎഫ് നേതാക്കന്മാർ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഷാഫിക്കെതിരെ അവർ ഉന്നയിച്ച ആരോപണത്തിൽ പറയുന്ന സി ചന്ദ്രൻ ഇന്ന് രാവിലെയാണ് തിരിച്ച് നാട്ടിലെത്തിയത്. ഇവർ പറഞ്ഞ് ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം കൂടിയെന്നാണ്. അപ്പോൾ യാതൊരു അടിസ്ഥാന വിവരങ്ങളും ഇല്ലാതെ ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ കാര്യമാക്കണ്ട. ഇവിടെ വസീഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, പരാതിക്കാരൻ നാടിന് മൊത്തം അറിയാമെന്ന്. വസീഫിന് അറിയാമോ ആരാ പരാതിക്കാരെന്ന്? നാടിന് മൊത്തം അറിയാവുന്ന പരാതിക്കാർ വസീഫിന് അറിയാമോ ആരുടെയാണ് പരാതിയുള്ളതെന്ന്? വസീഫിന് അറിയില്ലല്ലോ. കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കുകയാണ് പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് പണ്ട് ചില തറവാട്ട് മുറ്റത്ത് നിന്ന് ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു, ഒരു പ്രതിയെയും തീരുമാനിക്കുന്നു, എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലും ഉണ്ടോ എന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറേ പരാമർശം ഉണ്ടായല്ലോ, അതിൽ പലരുടെയും പേരുണ്ടായല്ലോ. എന്ത് നടപടിയാണ് കേരളത്തിലെ സർക്കാർ എടുത്തത്? ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ആർജവത്തോടെ അത്തരം നിലപാടുകൾ എടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ? മുഴുവൻ ആളുകളും തിരിഞ്ഞോദ്യം വരും. അല്ല ജിൻഡു, അങ്ങനെയാണ് തിരിഞ്ഞോദ്യം വരും. എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ഇറക്കി വിട്ടത്? എന്തിനാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? അല്ല, അത് കോൺഗ്രസ് ആ നിലപാടെടുത്ത് എന്താണെന്ന് ഇപ്പോഴും ഈ ആളുകൾക്ക് മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ അത് CPM-കാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ BJP-കാർക്ക് മാത്രമാണ്. കാരണം എന്താ, ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട മിനിമം പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് തോന്നിയത് കൊണ്ടാണ്. അത്തരം കാര്യങ്ങളിൽ കറക്റ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ് എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കാൻ തന്നെയാണ്. അത് മുകേഷിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിൻ്റെയോ ശശീന്ദ്രൻ്റെയോ ശശിയുടെയോ PK ശശിയുടെയോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോൾ അവരെ ഞങ്ങൾക്കിത് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. എത്ര പറഞ്ഞാലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ASFൻ്റെ വനിതാ സഖാവിൻ്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആ കുട്ടിയുടെ മാറത്ത് കരിനീലിച്ച പാട് നൽകിയപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തിന് നടപടിയെടുത്തെന്ന് ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറയുന്ന ഉത്തരം അവർക്ക് മനസ്സിലാകില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന്. ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില പൊളിറ്റിക്കൽ മൊറാലിറ്റികൾ, അതിൽ ചില വീഴ്ചകൾ വന്നു എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടതുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചു. അതിനപ്പുറത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പരാതിക്കാർ വേണം, ക്രൈം നടന്നു എന്നുള്ള തെളിവ് വേണം. ആരാണ് ഇവിടെ പരാതിക്കാർ, എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത്? ഇവിടെ ഒരു പ്രതിയെ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ പറയുന്നത് എന്തെന്നാ, ഈ മറ്റേ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെർവർ കൊടുത്തില്ല, സഹകരിച്ചില്ല എന്ന് അന്വേഷണ സംഘത്തോട് 2 കൊല്ലമായിട്ട് സഹകരിച്ചില്ല എന്ന് പറയുന്ന. അങ്ങനെ അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ലെങ്കിൽ കോടതി പോകാൻ പാടില്ലായിരുന്നോ? കോടതി ജാമ്യം കൊടുത്ത പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ പോലീസ്, SIT, ഇലക്ഷൻ കമ്മീഷനൊക്കെ കോടതി പോയിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, തോമസ് ഐസക്കിനെ ED അന്വേഷണത്തിൽ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ വ്യാജ ID കാർഡ് എന്ന് പറഞ്ഞ കെട്ടിച്ചമച്ച ഒരു കേസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്താൻ വേണ്ടി നിങ്ങൾ നിരന്തരം നോക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിത കേസാണെന്ന് യൂത്ത് കോൺഗ്രസിന് ബോധ്യമുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നിടത്താണ് മിടുക്ക്. അതിനപ്പുറത്ത് വെറുതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല. പിന്നെ തെരുവ് ഗുണ്ടകളെ പോലെ റിപ്പോർട്ടർ ചാനലിൻ്റെ ആഫീസ് അടിച്ചു പൊളിച്ചെന്ന്. റിപ്പോർട്ടർ ചാനലിൻ്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് തെറ്റായ നടപടിയാണ്. കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയാണ്. റിപ്പോർട്ടർ ചാനലല്ല, ഏത് ആഫീസും ഏത് ചാനൽ ഓഫീസും അടിച്ചു പൊളിക്കുക തെറ്റാണ്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് SFIക്കാർ ഏഷ്യനെറ്റിൻ്റെ ഓഫീസ് അടിച്ചു പൊളിച്ചതും ഈ 24 ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഹത്യ നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് അടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ്. അതിലൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വസീഫെ DYFIയുടെ കൊടിയും പിടിച്ച് ഷാഫി പറമ്പിലിൻ്റെ വഴി തടഞ്ഞത്? അത് തെരുവ് ഗുണ്ടകളെ പോലെയുള്ള പ്രവർത്തനമായിരുന്നില്ലേ? ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലിലെ അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ദ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിൽ നിന്ന് രാജിവെച്ച് പോയല്ലോ. ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആൻഡോ അഗസ്റ്റിന്റെ വഴിയിൽ തടയണ്ടേ?
നിങ്ങൾ ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ടാണ് തടഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഷാഫി പറമ്പിൽ ചുമർത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡിവൈഎഫ്ഐക്കാർക്ക് ആന്റോ അഗസ്റ്റിന്റെയും അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജവമില്ലേ? അതോ നിങ്ങളുടെ കേരളത്തിലെ BJP-യുടെ റിപ്പബ്ലിക് TV പോലെ കേരളത്തിലെ CPM-ന്റെ റിപ്പബ്ലിക് TV ആണോ റിപ്പോർട്ടർ ചാനൽ? നിങ്ങൾ പറയണം, നിങ്ങളാണോ ഈ റിപ്പോർട്ടർ ചാനലിന് കാവൽ നിൽക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്താ ആർജവമുണ്ട്? വനിതകളുടെ കാര്യത്തിൽ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനം ഏറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപോലെ ഉറപ്പിക്കപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ? ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലെന്നേ, മുകേഷിനെയും ഗണേഷിനെയും ശശീന്ദ്രനെയും P ശശിയെയും PK ശശിയെയും ആർഷോയെയും നിങ്ങളുടെ NB വൈശാഖനെ അടക്കമുള്ള ആളുകളെ ഒക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം. റിപ്പോർട്ടർ ചാനലിലെ മാധ്യമത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട്, ക്യാമറയുടെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് വനിതകളെ അധിക്ഷേപിക്കുന്ന അത്തരം വൃത്തികെട്ടവന്മാരെ നമുക്ക് പഠിപ്പിക്കണ്ടേ? അവിടെ എന്താ നിങ്ങൾക്ക് ഒരു ഡബിൾ സ്റ്റാൻഡ്? ഇവിടെ BJP-യുടെ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നല്ലോ. അത് ഈ വർഷം 2025 ഏപ്രിൽ മാസം 7-ാം തീയതി പ്രധാനമന്ത്രിക്ക് അതിജീവിത കൊടുത്ത ഒരു കത്ത്, അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി 2025 ഏപ്രിൽ മാസം 22-ാം തീയതി സീൽ ചെയ്ത് പാലക്കാട് SP-ക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് കൈമാറിയിരിക്കുന്ന ഒരു കത്ത്. അതിനെ തുടർന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. BJP സംസ്ഥാന പ്രസിഡന്റിന് അതിജീവിത കൊടുത്ത കത്ത്. അത് പുറത്തു വന്നപ്പോൾ നിങ്ങൾക്കൊരു പരാതിയുമില്ലല്ലോ. നിങ്ങൾക്ക് എന്താ BJP-യുടെ നേതാക്കന്മാർ ഈ സമാനമായ ആക്ഷേപം നേടുമ്പോൾ ഒരു പരാതിയും വഴിതടയലും ഇല്ലാത്തത്? റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വൃത്തികെട്ടവന്മാരുടെ പ്രവർത്തനത്തിനെതിരെ നിങ്ങൾക്ക് അത് പ്രതിഷേധമില്ലാത്തത്? താങ്കളുടെ രാഷ്ട്രീയ നിലപാടാണ് താങ്കൾ പറഞ്ഞത്. മറ്റൊരു മാധ്യമ സ്ഥാപനത്തെ അധിക്ഷേപിക്കേണ്ടതുണ്ടോ എനിക്കറിയില്ല. ശരി, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്.